അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ഇതൊരു നഴ്സറിയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നഴ്സറിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാനൊരു കറിവേപ്പിൻ്റെ തയ്യേ, അപ്പോൾ എനിക്ക് കറിവേപ്പിൻ്റെ തൈ എത്ര ആയാലും ശരിക്കും ഇങ്ങോട്ട് പിടിക്കൂല. അപ്പോൾ എൻ്റെ അടുത്തൊരു കറിവേപ്പിൻ്റെ തൈ ഉണ്ടായിരുന്നു. അത് ഈ വെള്ളപ്പൊക്കം ഇവിടെ വെള്ളം കയറി, നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ വെള്ളം കയറിയപ്പോൾ അതങ്ങനെ ചീഞ്ഞു പോയി. കാരണം നമ്മൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങൂലല്ലോ, നിറച്ച് വെള്ളം നിൽക്കുമ്പോൾ അഴുക്ക് വെള്ളമായ കാരണം നമ്മൾ ആ സമയത്തൊന്നും വാതിൽ തുറക്കുകയോ ചെയ്തില്ല. അപ്പോൾ ആ സമയത്ത് അതങ്ങനെ വെള്ളത്തിൽ നിന്ന് ചീഞ്ഞു പോയി. അതിന് ശേഷം എനിക്ക് കറിവേപ്പിൻ്റെ തൈയായിട്ട് ഇല്ല. അപ്പം നല്ലൊരു തൈ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്, 2 തൈ ആകാനുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഞാൻ അതിൽ നിന്നൊരു തൈ വാങ്ങിച്ചോട്ടോ. 80 രൂപയായിട്ട് ഒരു തൈ. അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നെ. ഇപ്പം നന്നായിട്ട് ഞാനതിന് പരിചരണമൊക്കെ കൊടുത്ത്, അത് ചെറിയ ഒരു കവറിലായിരുന്നു കേട്ടോ വാങ്ങിച്ചപ്പോൾ. എന്നിട്ട് ഞാൻ ചട്ടിയിലൊക്കെ നന്നായി വെച്ച് അതിൽ പിന്നെ അടിപൊളിയായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചപ്പോൾ തൂമ്പൊക്കെ വരുന്നുണ്ട്. കാരണം ഈ വീഡിയോ ഞാൻ കുറേ ആയിട്ടല്ലേ, ക്രിസ്മസ് കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, ജനുവരി ഫെബ്രുവരി, ഇപ്പോൾ ഫെബ്രുവരിയിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു മാസം 1.5 മാസമൊക്കെ അതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എറണാകുളത്ത് പോയി ബ്രോഡ്വേ ആ ഭാഗത്തൊക്കെ പോയപ്പോൾ വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു വൈബാണ് കേട്ടോ ഇത്. ആ സമയത്ത് ക്രിസ്മസിൻ്റെ സ്റ്റാളുകളാണ് മിക്ക സ്ഥലത്തും. ഒരുപാട് സാധനങ്ങൾ കേട്ടോ, പുതിയ പുതിയ വെറൈറ്റി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്ത് ക്രിസ്ത്യൻസിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. നമ്മളെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അവിടെ. അവരിങ്ങനെ ഈ ഒരു എന്താ പറയുക, ഈ ക്രിസ്മസിന് ഡെക്കറേഷൻ ചെയ്യണത് കുറേയൊക്കെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അടിപൊളിയാക്കി വെക്കും. പിന്നെ അടുത്ത ക്രിസ്മസിനും അതൊക്കെ പൊടി തട്ടിയെടുത്ത് പിന്നെ അത്യാവശ്യം വാങ്ങേണ്ടത് മാത്രം പിന്നെ രണ്ടാമത് മേടിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ കാരണം വെറൈറ്റിയാണ് കേട്ടോ. ഇപ്പോൾ കാരണം ട്രെൻഡിങ്ങിൻ്റെ സമയമാണ്. കാരണം ഈ ഓരോന്ന് ഇപ്പോൾ ഈ കൊല്ലം ഉപയോഗിച്ചൊന്നും അടുത്ത വർഷം അല്ല, പുതിയ പുതിയ ട്രെൻഡിങ്ങിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം പുതിയ പുതിയ വെറൈറ്റി കേട്ടോ. എല്ലാ കടയിലും ഭയങ്കര തിരക്ക്. നമ്മൾ ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ കാറിലിങ്ങനെ പോകുമ്പോൾ ഷൂട്ട് ചെയ്തതാണ്. കാരണം ഇവിടെ നിന്ന് കുട്ടികളായിട്ടൊന്നും ഒട്ടും ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ആളുകളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആവശ്യവുമില്ല കേട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഒരു വൈബ് കാണിക്കാൻ വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രയും തിരക്കായിരിക്കും ഈ സമയത്തൊക്കെ, അത്രയും സാധനങ്ങൾ. കാരണം ഇഷ്ടം പോലെ ഇപ്പോൾ നമ്മൾ എല്ലാ മതക്കാരും എല്ലാം ആഘോഷിക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ റെഡിമെയ്ഡായിട്ടുള്ള ശരിക്ക് സെറ്റ് ചെയ്യണ ആ ഒരു പിന്നെ ഇതും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ വെച്ചാൽ മതി. ക്രിസ്മസ് ട്രീ, അതുപോലെ പിന്നെ രൂപങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട്, അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ എല്ലായിടത്തും ഇപ്പം ഇങ്ങനെ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പിന്നെ ടൗണുകളിലൊക്കെയാണല്ലോ. അപ്പോൾ അതുപോലെ ഇതൊരു മാർക്കറ്റാണ്. കാരണം ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. ഒരുപാട് പിന്നെ സെയിൽ നടക്കണ ഇതാണ് കേട്ടോ. ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങൾ പിന്നെ വളരെ ചീപ്പായ റേറ്റിൽ ഹോൾസെയിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റാണ് ബ്രോഡ്വേ. അപ്പോൾ ഞങ്ങൾ മിക്ക കാര്യങ്ങൾക്കും മുമ്പൊക്കെ എപ്പോഴും പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കുറവാണ് പോകലൊക്കെ. സ്പൈസസ് വാങ്ങാൻ, അതുപോലെ ആ പോകുമ്പോൾ തന്നെ പല സാധനങ്ങളും ഞങ്ങൾ അവിടുന്ന് വാങ്ങിക്കും. വെജിറ്റബിൾസിനും എല്ലാത്തിനും വളരെ വിലക്കുറവുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു രസമാണ് കേട്ടോ. ആ സമയത്തൊക്കെ നമ്മൾ ഓരോ ആഘോഷങ്ങൾക്കും വെറുതെ വണ്ടി എടുത്തിട്ട് പുറത്ത് പോണത് ഭയങ്കര ഒരു ആ തലേ ദിവസം ഉണ്ടോ. ഇതൊക്കെ അങ്ങനെ ഓരോ പിന്നെ എന്താ ഉണ്ടാക്കി വെക്കണം, മുള കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ രൂപക്കൂടുകളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ അടുത്തു നിന്നാണ് ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടിരിക്കണം കേട്ടോ. ഞങ്ങളെ തൊട്ടടുത്തുള്ള അവരെല്ലാ ആഘോഷങ്ങളും പിന്നെ ആഘോഷിക്കുന്ന ഒരാൾക്കാരായിരുന്നു. ഈ ചിരാതുകളൊക്കെ ഇന്നും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അവരെനിക്ക് തന്ന ചിരാതുകളൊക്കെ എല്ലാ ആഘോഷങ്ങൾക്കും അവരതൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അതൊക്കെ നല്ലതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കും. പിന്നെ ആവശ്യമുള്ളത് മാത്രം പിന്നെ ഒരു പുതിയ പുതിയ ലൈറ്റ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കും. നമ്മുടെ ഞങ്ങളുടെ വീടും അവരുടെ വീടുമൊക്കെ തൊട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിനോടും കൂടി ചേർത്ത് വെക്കും കേട്ടോ അവർ ലൈറ്റ്സൊക്കെ പിടിപ്പിക്കുമ്പോൾ. അങ്ങനെയായിരുന്നു. അതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഇതിനോടൊക്കെ കൂടുതൽ അറിവൊക്കെ വന്നത് കേട്ടോ. ഇതിങ്ങനെ കാണാനും ഇത് ചെയ്യാനൊക്കെ കേട്ടോ.
അതുമാതിരി ഓണത്തിൻ്റെ സമയത്തും അതുപോലെ ഇങ്ങനെ പൂക്കളം കുട്ടികളൊക്കെ അവരെ കുട്ടികളിടുമ്പോൾ നമ്മളും ചെല്ലും. അങ്ങനെയൊക്കെ ഒരു രസം, ഒരു സന്തോഷം. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അവർ വേറെ സ്ഥലത്താണ് താമസിക്കണത്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതാവട്ടെ. ഇത് ഇവർ സ്പൈസസിൻ്റെ കടയാണ് കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എപ്പോഴും ബ്രോഡ്വേയിൽ വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. നമുക്ക് ഒട്ടും മടുപ്പ് എനിക്ക് തോന്നില്ല. എനിക്ക് മറ്റുള്ള എല്ലാ ഇപ്പോൾ ലുലു മാളിൽ പോയി ആസ്വദിക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും നമുക്ക് പോവാമെന്ന് പറയും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ എപ്പോഴും എൻ്റെ മക്കൾ പറയും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെയാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ഞാനിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് അന്ന് ക്രിസ്മസിൻ്റെ കരോൾ വരുന്ന ദിവസമാട്ടോ. അപ്പോൾ നമ്മൾ അതൊരു പിന്നെ എല്ലാ കൊല്ലമുള്ള ചടങ്ങാണ്. ഞാൻ ചെറുതാവുമ്പോൾ എൻ്റെ കല്യാണം കഴിക്കുന്നവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കധികം ഞങ്ങളവിടെ ഒന്നും അങ്ങനെ കരോള് വരുമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെയൊക്കെ എപ്പോഴും ഈ കരോളൊക്കെ വരും. അന്ന് മുതൽ കാണൽ തുടങ്ങിയ ഞാൻ കേട്ടോ ഇതൊക്കെ. ഇതിപ്പോൾ ചെറിയ കുട്ടികളാണ്, നമ്മളടുത്തുള്ള കുട്ടികളൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ ഓരോ സ്ഥലത്തും കയറി ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നെ എന്താ ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ കേട്ടോ, വാവെള്ളപ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ അമ്മൂന് പേടി ഉണ്ടായില്ല കേട്ടോ. അമ്മൂന് പേടി കാരണം ഇത് കാരണം അവർ പെട്ടെന്ന് തന്നെ നമ്മളെ മേലേക്ക് ഇങ്ങോട്ട് ചാടി വന്നു. അവർ ഒതുങ്ങി അവിടെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവർ വന്നപ്പോൾ തന്നെ കുട്ടികളങ്ങനെ കൈകൊണ്ടൊക്കെ ഷേക്കൻ്റെ കൊടുക്കാനൊക്കെ നോക്കിയപ്പോൾ അമ്മൂനൊക്കെ പേടിയായി. ഐതുണ്ണി അതേമാതിരി പുറത്തേക്ക് അങ്ങനെ ഐതുമോനൊന്നും അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കുട്ടികളെ കാണിക്കാതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഇവരെ താടി മുടിയൊക്കെ കണ്ടപ്പോൾ അമ്മൂനൊക്കെ പേടിയായി. എന്നാലും നിന്ന് ഞങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ നമ്മളെ ചുറ്റുഭാഗത്തുള്ള വീടുകളിലൊക്കെ വന്ന് ഇവർ കുറേ നേരം അതിലൊന്നും യാതൊരു അർത്ഥമല്ല കേട്ടോ. കാരണം നമുക്ക് രസം ആസ്വദിക്കുക. കാരണം നമ്മളെ പരിപാടികൾ അവരെ പരിപാടികളൊക്കെ നമ്മളും ആസ്വദിക്കുക. അവർ നമ്മൾ തമ്മിലുള്ള ആളുകളാണ്. അപ്പോൾ അതിന് ശേഷം അതാ നമ്മൾ കേക്കൊക്കെ ഈ പ്രാവശ്യം നമുക്ക് കേക്കൊക്കെ കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് വാവൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് സന്തോഷം. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ മക്കളൊക്കെ ഉണ്ടാകണം എല്ലാവരും അവർ കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും കഴിക്കൂല, പക്ഷേ അവർക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ അവരിരിക്കുന്നിടത്ത് ഇതൊക്കെ അവർ വാങ്ങിക്കും തിന്നും ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ വീട്ടിലെന്തെങ്കിലും കിട്ടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കൊടുക്കണ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ചില്ലുവിൻ്റെ നാത്തൂന് കൊടുത്തു വിട്ടതാണ് കേട്ടോ ഈ ഒരു പിന്നെ ബോട്ടിൽ കേക്ക് പിന്നെ കൊടുത്തു വിട്ടതാണ്. അവൾക്ക് നന്നായിട്ട് കേട്ടോ എൻ്റെ ചില്ലുവിൻ്റെ നാത്തൂന് ഒരു നാത്തൂനുള്ള അവൾക്ക് അവരുണ്ടാക്കി തന്നു. ഇത് എൻ്റെ മരുമോന് പിന്നെ കൊണ്ടുവന്നതാണ്. വിവോൻ്റെ കമ്പനിയിലാണ് അവന് ജോലി. അപ്പോൾ ഇത് വാപ്പ കൊടുത്തു വിട്ട കേക്കാണ്. പിന്നെ എൻ്റെ മാമിയും കൊണ്ടുവന്നു കേട്ടോ. എൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ മാമി മക്കളൊക്കെ വന്നപ്പോൾ അവരും ഇതുപോലെ ഒരു ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്ലം കേക്കിന് എപ്പോഴും ക്രിസ്മസ് കേക്ക് എന്നാണ് പറയുക. അപ്പോൾ എന്നും ഈ ക്രിസ്മസിനാണിത് കൂടുതൽ. പക്ഷേ അല്ലാത്ത ദിവസങ്ങളിലും ഇപ്പോൾ ഇതൊക്കെ വാങ്ങും കേട്ടോ. മുമ്പൊക്കെ ഇത് ക്രിസ്മസിനാണല്ലോ ഇങ്ങനെയുള്ള കേക്കുകൾ കൂടുതൽ വരുന്നതും വീട്ടിൽ കൊണ്ടുവരുന്നതൊക്കെ. അങ്ങനെ അതൊക്കെ മുറിച്ച് അതൊക്കെ അവരെല്ലാവരും കഴിച്ചു. അത് കുറേ ദിവസം വെച്ച് കഴിക്കാനുണ്ടാവുമല്ലോ പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം ഞാനൊരു സിമ്പിൾ ബിരിയാണി അന്നത്തെ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ വേഗം ഒരു കുക്കറിൽ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ ആയാലും അവർക്ക് ഇനി എത്ര സാധനങ്ങൾ കുറവാണെങ്കിലും ബിരിയാണി അത് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടിയിട്ട് പുതിന മല്ലിയിലൊക്കെ ഒന്ന് ഉണക്കം വന്നിരുന്നു. എന്നാലും ഞാൻ അതിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വലിയ ജീരകം കുരുമുളക് ഒക്കെ കൂടിയിട്ടിട്ട് അത് പൊടിച്ച് ഇട്ട് ശേഷം അതിട്ട് അത് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടു. അപ്പോൾ ഇതിൽ ഞാൻ മുളക് പൊടി അങ്ങനെയൊന്നും ഇട്ടിട്ടുള്ള ബിരിയാണി അല്ല കേട്ടോ. ഞാൻ മിക്ക ഇതിലും സ്പൈസി അധികം അങ്ങോട്ട് ഉപയോഗിക്കില്ല. കുരുമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കുക. അതിന് ശേഷം അത് ഉപ്പിട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നല്ല ഫ്ലേവറുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും. പിന്നെ അതിന് ശേഷം ഗരം മസാലപ്പൊടി പിന്നെ ഉപ്പ് ഗരം മസാലപ്പൊടിയൊക്കെ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട്. അപ്പോൾ ചിക്കൻ വളരെ കുറവാണ്. അതാ ഞാനെപ്പോഴും അതെ കുറച്ച് ചിക്കനാണെങ്കിലും ഇവർക്ക് ബിരിയാണി ആണെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യുള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും ചേർത്ത് കേട്ടോ. സംഭവം പിന്നെ കഷ്ണങ്ങളൊക്കെ കുറവാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട്.
അപ്പോൾ നന്നായിട്ട് വയറ്റിയതിന് ശേഷം ഈ ഒരു കുക്കർ ഞാൻ മൂടി വെക്കലാണ്. പൊതുവെ നമ്മളെ വീട്ടിൽ ഇങ്ങനെയുള്ള മീറ്റുകളൊക്കെ കഴിക്കണം വളരെ കുറവാട്ടോ. കുട്ടികൾ കുറച്ചാണ് കഴിക്കുക. പക്ഷെ അവർക്കിത് വേണം നിർബന്ധം ഉണ്ടെങ്കിലും കഴിക്കുമ്പോൾ കുറച്ചാണ് കഴിക്കുക. ഞാൻ കുറച്ച് കൊടുത്ത് ശീലാക്കിയതാണ് കേട്ടോ. അങ്ങനെ കുറേശ്ശേ ഉള്ളൂ കഴിക്കുക. പക്ഷേ ഇങ്ങനെ ബിരിയാണി രൂപത്തിലൊക്കെ ആക്കുമ്പോൾ അവരങ്ങനെ ആ ചോറും ഇതൊക്കെ കഴിച്ചോളൂ. അങ്ങനെ അതാ അടിപൊളിയായിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി. അത് നന്നായിട്ടൊരു 3 വിസിലൊക്കെ വന്ന് നന്നായിട്ട് കുക്കായതിന് ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ച് മസാലയും ഈ 2 ലെഗ് പീസാണ്, അത് രണ്ടും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ ഇനി അളന്നിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പോൾ 1.5 പാത്രം, കുക്കറിലാണെങ്കിൽ 1.5 പാത്രം വെള്ളം ഒഴിക്കുള്ളൂ കേട്ടോ. ഒരു പിന്നെ എന്താ കപ്പിന് 1.5 പിന്നെ കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു ബാക്കിയുള്ള മസാലയൊക്കെ ഇട്ടു. അപ്പോൾ നല്ല ഫ്ലേവറായിരിക്കും ചോറിനൊക്കെ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ കഴുകി വറുത്ത് വെച്ച അരി അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ ഒക്കെ കുക്കറിൽ തന്നെ, നമുക്കധികം പാത്രങ്ങളെ മെനക്കെടൊന്നുമില്ല കേട്ടോ. എനിക്കെപ്പോഴും അങ്ങനെയാണ്. ഇത് സംഭവം ഞാൻ ആ സമയത്തൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ രമ്പട ലീഫ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല ഫ്ലേവറായിരിക്കും. കാരണം നമ്മുടെ ലീഫ് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അത് ഒറ്റ വിസിൽ വന്ന്, ആ വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്റ്റീമൊക്കെ കുറച്ചിട്ടു. എന്നാലേ കറക്റ്റ് പാകത്തിൽ നമുക്ക് വേവ് കിട്ടുള്ളൂ. ചിലപ്പോൾ ആ സ്റ്റീം അരിയുടെ വ്യത്യാസങ്ങൾ വരുമേ. അപ്പോൾ നമ്മൾ ആ അരിയുടെ സ്റ്റീമിൽ നമ്മൾ കുറച്ച് അധികമായി കഴിഞ്ഞാൽ ഒരു ഇതാണ്. അപ്പോൾ കുറച്ച് ഞാൻ ഓയിലാണ് ചെയ്തത്. അപ്പോൾ ഇത്തിരി ഫ്ലേവറിന് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിതാ ഈ ഒരു പിന്നെ മസാല മാറ്റി വെച്ച മസാലയും ആ ലെഗ് പീസും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ബിരിയാണി കേട്ടോ. അടിപൊളിയാണ് ബിരിയാണി. ഇപ്പോൾ ഞാൻ പറയാം നല്ല സ്മെല്ലായിരിക്കും ഈ ഒരു ബിരിയാണി. നമ്മളാ പുതിനയും മല്ലിയിലൊക്കെ അരച്ച് ചേർത്ത കാരണം അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി ചിപ്പിക്കൂട്ടന് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ചിപ്പിക്കൂട്ടൻ, പിന്നെ അവരൊക്കെ ഓരോരുത്തർ സൗകര്യത്തിന് അനുസരിച്ചിട്ട് അവരൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ലെഗ് പീസൊക്കെ ഒരു പാത്രത്തിലാക്കി പിന്നെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അവരെല്ലാവരും കൂടി അൽഹംദുലില്ലാ അത് കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി പുളിങ്കറിയും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പുളിങ്കറിയും, അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ മാമയ്ക്ക് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പുളിങ്കറിയായിരുന്നു. അപ്പോൾ ഇത് മാമ കൊണ്ടുവന്ന അന്നത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് അടുപ്പിച്ച് 2-3 ഒരുമിച്ച് കിട്ടി കേട്ടോ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ എങ്ങനെ വെച്ചാൽ വാവുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ പിന്നെ അവളും കൂടിയും കൂടിയാലും ഇതൊക്കെ കഴിക്കാനെന്നുള്ള ആ ഒരു ഇതിൽ ഭയങ്കര സന്തോഷം. കാരണം ഒരു പൊട്ടാണെങ്കിലും അവരെല്ലാവരും കൂടി കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ അല്ലാതെ നമ്മൾ അവരിപ്പോൾ ചെല്ലണോടത്തും ഒക്കെ ഉണ്ടാവും. എല്ലാ പ്രാവശ്യമാണ് വാപ്പാൻ്റെ വക ഒരു കേക്ക് നമുക്കുണ്ടാവും. അവളെ കല്യാണം കഴിഞ്ഞ മുതൽ നമുക്ക് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ അമ്മിക്കാണെങ്കിൽ വിവോൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ കേക്ക് അവർ കൊടുക്കും. അപ്പോൾ അതും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരലുണ്ട്. അപ്പോൾ അങ്ങനെ അതും, പിന്നെ അതേപോലെ മാമ കൊടുന്ന് കേക്കും. ഈ പ്രാവശ്യം ഭയങ്കര കേക്കിൻ്റെ ഒരു ഇത്, ഞങ്ങൾ പുറത്തുനിന്നൊന്നും അങ്ങനെ കേക്ക് വാങ്ങിച്ചില്ല കേട്ടോ ഈ പ്രാവശ്യം. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ.